അത് നോക്കണം. കുപ്പി കഷ്ണം എന്തെങ്കിലും ടൈൽസ് കഷ്ണം എന്തോ നോക്കണം. കണ്ണൂർ ചാലാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ പ്രതി അറസ്റ്റിൽ. പ്രതിയെ ക്ഷേത്രത്തിൽ തെളിവെടുപ്പിനെത്തിച്ചു. കാസർഗോഡ് പള്ളിക്കര സ്വദേശിയാണ് അറസ്റ്റിലായത്. കവർച്ച ഉപയോഗിച്ച പിക്കാസ് ക്ഷേത്രത്തിന്റെ പിറകിലെ കുറ്റിക്കാട്ടിൽ നിന്നും തെളിവെടുപ്പിനിടെ കണ്ടെത്തി. കണ്ണൂർ ടൗൺ SITM വിപിൻ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. അന്ന് മോഷണം നടത്തിയ കള്ളനെ പിടിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഭഗവാന്റെ മുതല് കട്ടുകൊണ്ടുപോയത് കിട്ടാഞ്ഞതിൽ വളരെയധികം ഭക്തജനങ്ങളും ഞങ്ങൾക്കും വളരെയധികം സങ്കടമുണ്ടായിരുന്നു. ഈ ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെ ആ വ്യക്തിയെ കണ്ടെത്തുകയും ഇവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ തെളിവെടുപ്പ് നടത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിനാൽ വളരെയധികം സന്തോഷമുണ്ട്. പിടിക്കപ്പെടുന്ന എന്തായാലും ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ദേവന്റെ ശക്തി അത്രയും ശക്തിയുള്ള ദേവനാണ് ഇവിടെയുള്ളത്, ശ്രീധർമ്മശാസ്താവ്. കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മുഴുവൻ സമയം ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കാരണം ആ വ്യക്തിയെ കണ്ടെത്തണമെന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് താമസം പിടിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്നതിൽ ദേവനോട് കൃപ ഉണ്ട്. അത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴിയിൽ നിന്നും കണ്ടെത്തുകയാണ് ചെയ്തത്. അദ്ദേഹം കള്ളൻ തന്നെയാണ്, മോഷ്ടാവ് തന്നെയാണ് അത് കണ്ടെത്തിയത്. എല്ലാവർക്കും വളരെ ആശ്വാസമായി. പ്രത്യേകിച്ച് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിന് കുറച്ച് നാശനഷ്ടങ്ങൾ പൈസ കൂടാതെ കൗണ്ടറുകൾ മൊത്തം തകർത്തിട്ടാണ് അവൻ ഈ മോഷണം മൊത്തം നടത്തിയത്. അതായത് കൗണ്ടറുകൾ വലിയ ചെലവുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൗണ്ടറിന്റെ ഡോറുകളും അതുപോലെ തന്നെ വലിപ്പുകളും കുത്തിത്തുറക്കുകയും അതിൽ നിന്നുള്ള പണം അപഹരിക്കുകയും ചെയ്തിട്ടുണ്ടായി. മനോജ് പയിൽ ചേർന്നു വിശദാംശങ്ങളുമായി. കണ്ണൂർ ചാലാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. മനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ഷിനിത്ത് ക്ഷേത്ര കവർച്ച ശീലമാക്കിയ കാസർഗോഡ് പള്ളിക്കര സ്വദേശി രാധാകൃഷ്ണൻ എന്ന രാധാകൃഷ്ണനെയാണ് കണ്ണൂർ ചാലാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മെയ് 21 പുലർച്ചെയാണ് ഈ ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം ബേക്കൽ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിലാണ് ചാലാട് ക്ഷേത്ര കവർച്ചയ്ക്കും തുമ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കസ്റ്റഡിയിൽ വാങ്ങി ചാലാട് ക്ഷേത്രത്തിൽ എത്തിച്ച പോലീസ് ഇന്ന് അല്പം മുമ്പ് തെളിവെടുപ്പ് നടത്തി. ടൗൺ SI TM വിപിന്റെ നേതൃത്വത്തിലായിരുന്നു ആ തെളിവെടുപ്പ് നടന്നത്. ഇതിൽ കവർച്ചയുടെ ഏറ്റവും നിർണായകമായ തെളിവും പോലീസിന് ലഭിച്ചു. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് കാട്ടിൽ ഒളിപ്പിച്ച പിക്കാസ് ആണ് കണ്ടെത്തിയത്. തെളിവെടുപ്പിൽ പ്രതി തന്നെ ഇത് എടുത്ത് പോലീസിന് നൽകുകയായിരുന്നു. പിക്കാസ് ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ കൗണ്ടറും ഭണ്ഡാരങ്ങളും ഒക്കെ തന്നെ തകർക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. ശബ്ദം കേട്ട് സെക്യൂരിറ്റി എത്തിയപ്പോൾ രാധാകൃഷ്ണൻ ഈ പിക്കാസ് വീശി അയാളെ പേടിപ്പിച്ച് അങ്ങനെ ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ ഈ പിക്കാസ് കാട്ടിൽ ഒളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ വസ്ത്രം അവിടെ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിയുടെ CCTV ദൃശ്യങ്ങളും അന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയെ ഈ ടൗൺ ഇൻസ്പെക്ടർ കൈലാസ് നാഥിന്റെയും SI TM വിപിന്റെയും നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. 3 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ക്ഷേത്ര മോഷണമാണ് ഇയാളുടെ സ്ഥിരം പരിപാടി എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. 10ലധികം ക്ഷേത്ര മോഷണ കേസിലെ പ്രതി ആണ് ഇയാൾ. 10ലധികം കേസുണ്ട് ഈ ക്ഷേത്ര മോഷണവുമായി ബന്ധപ്പെട്ട് മാത്രം. അടുത്ത കാലത്ത് മാത്രം ഇങ്ങനെ ഈ 10ലധികം കേസ് ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് 30ഓളം കവർച്ചാ കേസുകളിലും പ്രതിയാണ്. അപ്പോൾ സ്ഥിരം ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു കവർച്ച നടത്തുന്നയാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഇയാളെ കാണുന്നത്. ഈ കവർച്ചക്ക് പിടിക്കപ്പെട്ട് ജയിലിൽ പോയി ഇറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. ബേക്കലിൽ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചതിനാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾക്ക് കൂട്ടുപ്രതികൾ ഉള്ളതായി ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. സ്വന്തമായി തന്നെ തനിച്ച് കവർച്ച നടത്തുന്ന ഒരു രീതിയാണ് ഇയാളുടേത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റാരെങ്കിലും ഇയാൾക്ക് പിന്നിലുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും മോഷ്ടാവിനെ പിടിക്കാനായത് നാട്ടുകാർക്കും ഏറെ ആശ്വാസമായി. ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ പ്രതിയെ പിടിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ നേരത്തെ സംസാരിച്ച ഈ വഴിപാട് ക്ലർക്ക് ശ്രീരാജ് പറഞ്ഞത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടിയത് അറിഞ്ഞ് നിരവധി പേർ ക്ഷേത്ര പരിസരത്ത് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ആ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയിരുന്നു ഈ പ്രതി. പിക്കാസ് കൊണ്ട് ഭണ്ഡാരങ്ങളും ക്ഷേത്രത്തിന്റെ വാതിലും ഒക്കെ തന്നെ കുത്തിപ്പൊളിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു അക്രമം കൂടി ഇയാൾ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതൊക്കെ വലിയ പ്രയാസമാണ് ഈ ഭക്തർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ശക്തിയുള്ള ദേവനാണ് ശ്രീ ധർമ്മശാസ്താവ്. അതുകൊണ്ട് തന്നെ ഈ മോഷ്ടാവിനെ പിടിക്കും എന്ന ഉറപ്പ് തങ്ങൾക്കുണ്ടായിരുന്നു എന്നുകൂടി അവിടെ എത്തിയ ഭക്തർ നമ്മളോട് പറയുന്ന സ്ഥിതിയുമുണ്ടായി. ഷിനിത്ത്.